Dear students, welcome to Social Science second class, Geography part. എല്ലാവർക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഒന്നാമത്തെ അധ്യായം, ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് സീസൺസ് ആൻഡ് ടൈം. സീസൺസ് മീൻസ് ഋതുക്കൾ, ടൈം മീൻസ് സമയം. ഋതുക്കളും സമയവും. Actually, we experience different seasons. നമുക്ക് വ്യത്യസ്തങ്ങളായ ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. വസന്തകാലം, ഹേമന്തകാലം, ഉഷ്ണകാലം, ശൈത്യകാലം, വിന്റർ, സമ്മർ, ഓട്ടം, സ്പ്രിങ്സ്. All these kind of seasons actually we experienced. What is the reason for this? എന്താണ് ഇതിന് കാരണം? Variations in the amount of solar energy. സൂര്യതാപ ലഭ്യതയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഋതുക്കൾ മാറി അനുഭവപ്പെടാൻ കാരണം. സൂര്യതാപ ലഭ്യതയിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്താണ്? വാട്ട് ആർ ദ റീസൺ ഫോർ വേരിയേഷൻസ് ഇൻ ദ amount of solar energy? Reason are first revolution, second tilt of earth axis and apparent movement of the sun. സൂര്യതാപ ലഭ്യതയിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം ഒന്ന് പരിക്രമണമാണ്, രണ്ട് അച്ചുതണ്ടിന്റെ ചെരിവാണ്, മൂന്ന് സൂര്യന്റെ അയനമാണ്. അതായത് ഈ മൂന്ന് ഘടകങ്ങളാണ് സൂര്യതാപ ലഭ്യതയിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. These three factors actually that create variations in the amount of solar energy. ഇത് സീസണൽ ചേഞ്ചസിന് കാരണമാകുന്നു. That actually cause seasonal changes. So we experience different seasons. Look, first point, revolution, പരിക്രമണം. What is revolution? എന്താണ് പരിക്രമണം? നിങ്ങൾ നേരത്തെ കേട്ട ആശയമാണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയ ആശയമാണ് revolution. അതായത് പരിക്രമണം. The earth revolves around the sun is an elliptical orbit. Such motion of the earth is known as revolution. അതായത് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ ചുറ്റുന്നതാണ് പരിക്രമണം, റവല്യൂഷൻ. The earth takes 365 days and 6 hours to complete one revolution. ഒരു പരിക്രമണം പൂർത്തീകരിക്കാൻ ഭൂമി 365 ദിവസവും 6 മണിക്കൂറും എടുക്കും. Here you have to create another concept. ഇവിടെ നിങ്ങൾ മറ്റൊരു ആശയം മനസ്സിലാക്കുക. ലീപ് ഇയർ നേരത്തെ കേട്ട ആശയമാണ്. അതിവർഷം എന്ന് പറയും. ലീപ് ഇയർ മീൻസ് അതിവർഷം. വാട്ട് ഈസ് ലീപ് ഇയർ? എ ഇയർ ഇൻ വിച്ച് ഫെബ്രുവരി ഹാസ് 29 days ഈസ് കോൾഡ് ലീപ് ഇയർ. ലീപ് ഇയർ ഒക്കേഴ്സ് once in 4 years. അതായത് വർഷത്തിൽ ഫെബ്രുവരി മാസത്തിന് 29 ദിവസങ്ങളുള്ള വർഷത്തെയാണ് അതിവർഷം എന്ന് പറയുന്നത്. 4 വർഷത്തിൽ ഒരിക്കലാണ് അതിവർഷം ഉണ്ടാകുന്നത്. 2020 അതിവർഷമാണ്. നെക്സ്റ്റ് പോയിന്റ്, ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്. ടിൽറ്റ് മീൻസ് ചെരിവ്. ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ് മീൻസ് അച്ചുതണ്ടിന്റെ ചെരിവ്. The axis of the earth is tilted at an angle of 66.5 degrees from the orbital plane. The axis of the earth is tilted at an angle of 66.5 degrees from the orbital plane. If you measure from the vertical plane, this would be 23.5 degrees. The earth maintains this tilt throughout its revolution. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് പരിക്രമണ തലത്തിൽ 66 ഡിഗ്രി, ലംബതലത്തിൽ നോക്കുമ്പോൾ 23.5 ഡിഗ്രിയുമാണ്. പരിക്രമണത്തിലുടനീളം ഭൂമി ഈ ചെരിവ് നിലനിർത്തുന്നു. ഇതിനെ പറയുന്നത് this concept is known as parallelism of earth axis. അച്ചുതണ്ടിന്റെ സമാന്തരത. So what do you mean by parallelism of earth axis? എന്താണ് അച്ചുതണ്ടിന്റെ സമാന്തരത? The axis of the earth is tilted
at an angle of 66.5 degree from the orbital plane. If we measure from the vertical plane, this would be 23.5 degree. This is known as parallelism of Earth axis. അച്ചുതണ്ടിന്റെ സമാന്തരത മനസ്സിലാക്കുക. Next point, apparent movement of the sun. Apparent movement of the sun means സൂര്യന്റെ അയനം. What is apparent movement of the sun? എന്താണ് സൂര്യന്റെ അയനം? നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ ആശയമാണ്. യഥാർത്ഥത്തിൽ സൂര്യൻ ചലിക്കുന്നുണ്ടോ? ഇല്ല, ഭൂമിയാണ് ചലിക്കുന്നത്. ഭൂമിയുടെ ഒരു ചലനമാണ് പരിക്രമണം, റവല്യൂഷൻ. മറ്റൊരു ചലനമാണ് റൊട്ടേഷൻ, അതായത് ഭ്രമണം. യഥാർത്ഥത്തിൽ സൂര്യൻ ചലിക്കുന്നില്ല, ഭൂമിയാണ് ചലിക്കുന്നത്. എന്താണ് സൂര്യന്റെ അയനം? apparent movement of the sun due to parallelism of earth axis. അച്ചുതണ്ടിന്റെ സമാന്തരത മൂലം or tilt of earth axis, അച്ചുതണ്ടിന്റെ ചെരിവ് മൂലം the sun shifts apparently between Tropic of Cancer and Tropic of Capricorn. അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ സൂര്യന് ആപേക്ഷികമായ സ്ഥാനമാറ്റം അനുഭവപ്പെടും. ഇതാണ് സൂര്യന്റെ അയനം, apparent movement of the sun. You know how we can define apparent movement of the sun? Due to parallelism of earth axis, the sun shifts apparently between Tropic of Cancer and Tropic of Capricorn. This is known as apparent movement of the sun. ഇതാണ് സൂര്യന്റെ അയനം. Next, you have to create idea about importance of this concept. അതായത് സൂര്യന്റെ അയനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. സൂര്യന്റെ അയനം വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാവാൻ കാരണമാണ്. Actually, apparent movement of the sun actually cause seasonal changes. You know, winter, summer, autumn, spring, all this kind of seasons experienced due to apparent movement of the sun. സൂര്യന്റെ അയനം മൂലം നമുക്ക് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ഋതുക്കൾ അനുഭവപ്പെടും. Here you have to create idea about 4 days. March 21st, then September 23rd, then June 21st and December 22. These days you have to remember these days about apparent movement of the sun. സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. Days are March 21st, September 23rd, June 21st and December 22nd. March 21st and September 23rd are known as equinoxes. അതായത് മാർച്ച് 21 സെപ്റ്റംബർ 23 അറിയപ്പെടുന്നത് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നാണ്. എന്താണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ? What do you mean by equinoxes? March 21st and September 23rd are known as equinoxes. On these days, sun reaches vertically over the equator. ഈ ദിവസങ്ങളിൽ സൂര്യൻ ഇക്വേറ്ററിന് മുകളിൽ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്നു. So both hemispheres experience equal day and night. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായ രാപ്പകലുകൾ അനുഭവപ്പെടുന്നു. തുല്യമായ രാത്രിയും പകലും അനുഭവപ്പെടുന്നു. കാരണം രണ്ട് അർദ്ധഗോളങ്ങളിലും ഈ ദിവസങ്ങളിൽ തുല്യമായ രൂപത്തിൽ സൂര്യതാപം ലഭ്യമാകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഡേ June 21st. June 21st is known as summer solstice day. June 21st is known as summer solstice day. ജൂൺ 21 വിളിക്കുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാൽ വാട്ട് ഈസ് സമ്മർ സോൾസ്റ്റിസ് ഡേ? യു ക്യാൻ ഫൈൻഡ് ഔട്ട്. June 21st is summer solstice day. On this day, the sun reaches vertically over the Tropic of Cancer. ഈ ദിവസം സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ വരുന്നു. Northern Hemisphere experiences longest day and
At the same time, southern hemisphere experiences longest night on June 21st. So create idea about summer solstice day. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ കുറിച്ച് ധാരണ ഉണ്ടാക്കുക. നെക്സ്റ്റ് ഡേ December 22nd. December 22nd is known as winter solstice day. ഡിസംബർ 22 വിളിക്കുന്നത് ശൈത്യ അയനാന്ത ദിനം എന്നാണ്. ഡിസംബർ 22 എന്തെന്ന് വിളിക്കുന്നു? ശൈത്യ അയനാന്ത ദിനം. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? The sun reaches vertically over the Tropic of Capricorn on December 22nd. ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. So Northern Hemisphere experiences longest night. At the same time, Southern Hemisphere experiences longest day. അതായത് ഈ ദിവസം ദക്ഷിണാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ പകലും ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്നു. അതാണ് ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോൾസ്റ്റിസ് ഡേ. Next we are going to discuss different seasons experienced in the northern hemisphere. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത ഋതുക്കളെ സംബന്ധിച്ചാണ്. ഫസ്റ്റ് സമ്മർ ആൻഡ് വിന്റർ. സമ്മർ മീൻസ് ഗ്രീഷ്മകാലം, ഉഷ്ണകാലം. വിന്റർ ശൈത്യകാലം. ഉത്തരാർദ്ധഗോളത്തിലെ ഉഷ്ണകാലവും ശൈത്യകാലം. എപ്പോഴാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഉഷ്ണകാലം, സമ്മർ സീസൺ അനുഭവപ്പെടുന്നത്? നോക്കൂ. On March 21st, sun reaches vertically over the equator. മാർച്ച് 21 സൂര്യൻ ഇക്വേറ്ററിന് മുകളിലാണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. After sun moves towards north. അതിനുശേഷം സൂര്യൻ നോർത്തിലേക്ക് വടക്കോട്ട് അയനം ചെയ്യും. June 21st, sun reaches vertically over the Tropic of Cancer. ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നു. Then sun moves towards south. പിന്നീട് സൂര്യൻ തെക്കോട്ടേക്ക് നീങ്ങുന്നു. Then reaches the equator on September 23. That means അതായത് ഫ്രം മാർച്ച് ടു സെപ്റ്റംബർ, അതായത് മാർച്ച് മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള കാലയളവ് സൺ ഈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. അത് മാർച്ച് മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള കാലയളവിൽ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഫ്രം മാർച്ച് ടു സെപ്റ്റംബർ സൺ ഈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. So Northern Hemisphere experiences summer season. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഉഷ്ണകാലം, ഗ്രീഷ്മകാലം ആയിരിക്കും. At the same time, അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലമായിരിക്കും. At the same time, Southern Hemisphere experiences winter season. Next, winter season in the നോർത്തേൺ ഹെമിസ്ഫിയർ. അടുത്ത മനസ്സിലാക്കുക ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം. ഫ്രം സെപ്റ്റംബർ ടു മാർച്ച്, അതായത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവ്. On September 23rd, sun reaches vertically over the equator. Then sun moves towards south and vertically reaches over Tropic of Capricorn on December 22nd. Then sun moves towards north. Then reaches again over the equator on March 21st. അതായത് സെപ്റ്റംബർ 23 ശേഷം സൂര്യൻ തെക്കോട്ടേക്ക് അയനം ചെയ്യും. ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ വരും. അതിനുശേഷം സൂര്യൻ വടക്കോട്ടേക്ക് അയനം ചെയ്യും. മാർച്ച് 21 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരും. അതായത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ
From September to March, sun is in the southern hemisphere. ഈ കാലയളവിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ ആയിരിക്കും. സോ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് വിന്റർ സീസൺ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആയിരിക്കും. സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലായതിനാൽ അവിടെ സമ്മർ സീസൺ അല്ലെങ്കിൽ ഉഷ്ണകാലം ആയിരിക്കും. നെക്സ്റ്റ് സ്പ്രിംഗ് സീസൺ, വസന്തകാലം. ആൻഡ് ഓട്ടം സീസൺ, ഹേമന്തകാലം. വസന്തകാലത്തെയും ഹേമന്തകാലത്തെയും മനസ്സിലാക്കിയിട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് characteristics or features of spring seasons and autumn season. വസന്തകാലത്തിന്റെയും ഹേമന്തകാലത്തിന്റെയും സവിശേഷതകളെ മനസ്സിലാക്കി. These are the transition period. Spring and autumn season are the transition period between summer and winter. അതായത് ഉഷ്ണകാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ കാലമാണ് വസന്തകാലവും അതേപോലെ തന്നെ ഹേമന്തകാലവും. ഉഷ്ണകാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള പരിവർത്തന കാലമാണ്, മാറ്റത്തിന്റെ കാലമാണ് വസന്തകാലവും ഹേമന്തകാലവും. ഫസ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്പ്രിംഗ് സീസൺ? ആദ്യം മനസ്സിലാക്കൂ, വസന്തകാലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്. നോക്കുക, നിങ്ങൾ ചെടികൾ തളിർക്കുന്നത്, മാവ് പൂക്കുന്നത്, ചക്കയുണ്ടാക്കുന്നത് എല്ലാം വസന്തകാലത്തിന്റെ സവിശേഷതകളാണ്. ചെടികൾ തളിർക്കുന്നതും മാവ് പൂക്കുന്നതും ചക്കയുണ്ടാക്കുന്നതും എല്ലാം വസന്തകാലത്തിന്റെ സവിശേഷതകളാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഫീച്ചേഴ്സ് ഓഫ് സ്പ്രിംഗ് സീസൺ: plant sprouting, mango trees blooming, jackfruit trees bear buds. All these activities that we can found during spring season. And northern hemisphere experiences this season during the months of March and April. Next season autumn season. അടുത്ത സീസൺ ആണ് ഹേമന്തകാലം. What are the features of autumn season? ഹേമന്തകാലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? autumn season is the transition period from summer to winter. Autumn season is the transition period from summer to winter. During this period, atmospheric temperature decreases considerably. And this is followed by shortening of day and lengthening of night. Trees generally shed their leaves during this season. Northern Hemisphere experiences this season, autumn season, during the months of October, November. വസന്തകാലത്തിന്റെ സവിശേഷതകളിൽ നിന്ന് വ്യത്യസ്തമായി ഹേമന്തകാലത്തിന്റെ സവിശേഷതകൾ ശ്രദ്ധിക്കൂ. അതായത് ശൈത്യകാലത്തിൽ നിന്ന് ഉഷ്ണകാലത്തിലേക്കുള്ള പരിവർത്തന കാലമാണ് വസന്തകാലം. എന്നാൽ ഹേമന്തകാലമോ, അതായത് ഉഷ്ണകാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള പരിവർത്തന കാലമാണ് ഹേമന്തകാലം. സ്പ്രിംഗ് സീസൺ ഈസ് ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം വിന്റർ ടു സമ്മർ. Autumn season is the transition period from summer to winter. അതായത് ഉഷ്ണകാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള പരിവർത്തന കാലമാണ് ഹേമന്തകാലം. ഡ്യൂറിംഗ് ദിസ് പീരീഡ്, ഈ കാലഘട്ടം അന്തരീക്ഷ താപനില ഗണ്യമായി കുറയും. ഹേമന്തകാലത്ത് അന്തരീക്ഷ താപനില ഗണ്യമായി കുറയും. പകലിന്റെ ദൈർഘ്യം കുറയുകയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യും. വൃക്ഷങ്ങൾ പൊതുവെ ഇലപൊഴിക്കുന്ന കാലമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്.
we are going to discuss. Apparent movement of the sun and seasonal changes that experienced in the northern and southern hemisphere. ഇതുവരെ പറഞ്ഞ ആശയങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പറഞ്ഞ ആശയങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, പ്രധാന പോയിന്റുകൾ ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ്, വാട്ട് ആർ ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ഡിഫറെന്റ് സീസൺസ്? വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? കാരണങ്ങൾ: ഒന്ന്, പരിക്രമണം, റവല്യൂഷൻ. രണ്ട്, അച്ചുതണ്ടിന്റെ ചെരിവ്, ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്. മൂന്ന്, സൂര്യന്റെ അയനം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. നെക്സ്റ്റ്, വാട്ട് ഈസ് റവല്യൂഷൻ? എന്താണ് പരിക്രമണം? വാട്ട് ഈസ് എ ലീപ് ഇയർ? എന്താണ് അതിവർഷം? വാട്ട് ഈസ് മീൻ ബൈ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? എന്താണ് അച്ചുതണ്ടിന്റെ സമാന്തരത? What do you mean by apparent movement of the sun? സൂര്യന്റെ അയനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട 4 ദിവസങ്ങളുടെ പ്രാധാന്യം: മാർച്ച് 21, സെപ്റ്റംബർ 23, ജൂൺ 21, ഡിസംബർ 22. അതുമായി ബന്ധപ്പെട്ട പരീക്ഷാ സംബന്ധമായ ആശയം. What do you mean by equinoxes? എന്താണ് സമരാത്ര ദിനങ്ങൾ? What is summer solstice day? ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാലത്. What is mean by winter solstice day? ശൈത്യ അയനാന്ത ദിനം എന്തെന്ന് വ്യക്തമാണ്. Then what are the characteristics of spring season? വസന്തകാലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? Then what are the features of autumn season? ഹേമന്തകാലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? നമ്മൾ ഇതുവരെ പറഞ്ഞ ഭാഗത്ത് പരീക്ഷാ സംബന്ധമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ആശയങ്ങൾ ഇത്രയുമാണ്. ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കൃത്യമായിട്ട് എടുക്കാം. പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും വായിക്കുക. That's all about now. Thank you.